ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ പേര് ഹാപ്പി ടൈംസ് എന്നാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരമെന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് മിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. ചിലപ്പോൾ ഇത് കാണാനുള്ള ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ ഇത് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ നമ്മുടെ വീടുകളിൽ നമ്മളിത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ നമ്മുടെ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പോൾ പൂച്ചക്കുഞ്ഞ് നമ്മുടെ കൂടെ ഇങ്ങനെ നടന്ന് അലയ്ക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ ആ പൂച്ചയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും. പൂച്ചയുടെ പേര് സ്കിപ്പി എന്നാ ഞാനിട്ട പേരാ. അതെ, നമ്മുടെ ലച്ചുമോളിട്ട പേരാണ്. സ്കിപ്പി എന്നാണ് പൂച്ചയുടെ പേര്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പാഷൻ ഫ്രൂട്ടിലേക്ക് വരാം. ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ചർമ്മത്തിനും അതുപോലെ കണ്ണിനും ഒക്കെ വേണ്ടുന്ന ഒരുപാട് വൈറ്റമിൻസ്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ ഒരു നമ്മുടെ ഈ ഡെങ്കിപ്പനി സീസണൊക്കെ വന്നപ്പോഴത്തേനെ, എല്ലാത്തിനും ഇപ്പോൾ ഒരു സീസൺ ഉണ്ടല്ലോ, എന്നുപോലെ ഡെങ്കിപ്പനിയൊക്കെ വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒന്നായിരുന്നു പാഷൻ ഫ്രൂട്ട്. കാരണം രക്തത്തിലെ കൗണ്ടൊക്കെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ വരുമ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ജ്യൂസാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴേ അതിൻ്റെ കുരു ഒന്നും കളയേണ്ട കാര്യമില്ല. കാരണം കുരുവിനും ഗുണമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കുരുവിലൊരു സംയുക്തം അടങ്ങിയിട്ടുണ്ട്. അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ നല്ലതാണ്. അപ്പോൾ ഇതിൽ ധാരാളം നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ദഹനം ശരിയായ രീതിയിലൊക്കെ നടത്താനും നമ്മുടെ ഹൃദയത്തിനും എല്ലാം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. അപ്പം ഇന്ന് അതുകൊണ്ട് നല്ലൊരു ജ്യൂസ് നമുക്കുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറേ നല്ല പഴുത്തിട്ടുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ട് പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 പാഷൻ ഫ്രൂട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം കൊണ്ട് നമുക്ക് 1 ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാം. കാരണം അതിൽ കുറച്ച് മാതൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ മാതളമൊക്കെ എടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അകത്തെ ആ ഒരു ദശ പോലെ ഒരു സംഭവം ഉണ്ടല്ലോ, അതോടുകൂടിയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഒരു ഓറഞ്ച് കൂടി ചേർക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അതിന് പകരം നാരങ്ങ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഇത് തന്നെ ആയാലും മതി. അപ്പോൾ അതെല്ലാം കൂടെ അടിച്ച് ജ്യൂസാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചതേ നമുക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ പാഷൻ ഫ്രൂട്ട് അടിച്ചെടുക്കുമ്പോഴേ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. കാരണം നമുക്കറിയാം പാഷൻ ഫ്രൂട്ടിന് നല്ല ഒരു പുളിയുണ്ട്. അപ്പം പഞ്ചസാര വേണ്ട, പുളിയോടുകൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയും വെള്ളവും ചേർത്ത് വേണം പാഷൻ ഫ്രൂട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുറച്ച് തണുപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള പല ഐറ്റങ്ങൾ ചേർത്തുണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങയോ ഓറഞ്ചോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ പാഷൻ ഫ്രൂട്ട് മാത്രമാണെങ്കിലും നമുക്ക് നല്ലതാണ് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.